ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ച പ്രൊമോയിൽ കാണിക്കണത് നമ്മുടെ നന്ദ തന്നെ പിങ്കിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ്. പിങ്കി എടുത്ത് വരണം എന്നൊക്കെ പറയാണ്. കാരണം വീട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ ദൈവത്തെ ഓർത്ത് വരണമെന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പി വിളിക്കുന്നുണ്ട്. അതിനുശേഷം പിങ്കി തിരിച്ചു വരുന്നുണ്ട്. വല്യമ്മ കെട്ടിപ്പിടിച്ച് ആഘോഷിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നന്ദ തിരിച്ചു വന്നില്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാണ് ലക്ഷ്മിയമ്മയും ഗൗതമൊക്കെ ആകെ ടെൻഷനിലാണ്, വിഷമത്തിലാണ്. ഗൗതമാണെങ്കിൽ ദിവസം പോകുന്തോറും ഡിപ്രഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തൻ്റെ നന്ദയില്ല, റൂമിൽ ഒറ്റപ്പെട്ട പോലെ, ആരും സംസാരിക്കാനാത്ത പോലെ. അപ്പം പിങ്കി നമ്മുടെ ഗൗതമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ലക്ഷ്മിയമ്മയാണെങ്കിൽ എൻ്റെ പൊന്നുമോൾ എവിടെ പോയി ഒന്നും അറിയില്ല, അവൾ എന്താ തിരിച്ചു വരാത്തതിന് കാരണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പം അതിന് കാരണം വേറൊന്നുമല്ല, പിങ്കിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും നന്ദ എടുത്ത് എന്തെങ്കിലും നിബന്ധന വെച്ചിട്ടുണ്ടാവുമായിരിക്കും പിങ്കി. അതുകൊണ്ട് മാത്രമാണ് നന്ദ ഇറങ്ങി മിക്കവാറും വരാതിരിക്കാനുള്ള കാരണം. അതിനുശേഷം നന്ദേനെ നമ്മുടെ രാധികാമ്മ കെട്ടിപ്പിടിക്കണ സീനൊക്കെ കാണിക്കുന്നുണ്ട്. നന്ദ തിരിച്ചു വരുമെന്ന ഒരു വിശ്വാസത്തിൽ പാവം ഗൗതം എപ്പോഴും വീട്ടുമുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതത്തോടത്ത് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അവൾ തിരിച്ചു വരുവോടാ, അവൾക്ക് ഒരിക്കലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല, നിന്റെ ഭാര്യയല്ലേ അവള്, നിങ്ങൾ സ്നേഹിക്കാതെയും പരസ്പരം മനസ്സിലാക്കാതെയും കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാം, അവൾ തീർച്ചയായിട്ടും നിന്നെ അന്വേഷിച്ച് വരും എന്നൊരു ഉറപ്പ് നമ്മുടെ ഗൗതത്തിന് കൊടുക്കുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത്. അടുത്താഴ്ചത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.